കണ്ടെത്താത്ത NEOകൾ. ഒരു നഗരത്തെ തകർക്കാൻ പര്യാപ്തമായ വലിപ്പമുള്ള ഒരു പാറ ഭൂമിയെ കടന്നുപോകാം. ചിലപ്പോൾ അത് ഇതിനകം കടന്നുപോയതിനു ശേഷമോ അല്ലെങ്കിൽ അത് ഇടിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പോ മാത്രമേ നമ്മൾ അത് കണ്ടെത്തൂ. ആ അപകട സാധ്യത നിയർ എർത്ത് ഒബ്ജക്റ്റുകൾ അഥവാ NEOകൾ എന്ന വിഭാഗത്തിൽ നിലനിൽക്കുന്നു. 2024 ഡിസംബർ വരെ ജ്യോതിശാസ്ത്രജ്ഞർ 37,000-ലധികം നിയർ എർത്ത് ആസ്ട്രോയിഡുകൾ കാറ്റലോഗ് ചെയ്തിട്ടുണ്ട്. അപകടം അമൂർത്തമല്ല. 65 അടി മാത്രം വലിപ്പമുള്ള ഒരു വസ്തുവിനു പോലും ഒരു നഗരപ്രദേശം തകർക്കാൻ കഴിയും. ഏറ്റവും അസ്വസ്ഥമാക്കുന്ന കാര്യം ചെറിയ അപകടകരമായവ എത്ര പലപ്പോഴും വൈകി കണ്ടെത്തുന്നു എന്നതാണ്. അവ മങ്ങിയതും വേഗതയുള്ളതും സൂര്യന്റെ ദിശയിൽ നിന്ന് വരുമ്പോൾ കാണാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതുമാണ്. കാരണം പല തിരച്ചിലുകളും പ്രതിഫലിച്ച സൂര്യപ്രകാശത്തെ ആശ്രയിച്ചിരിക്കുന്നു. ടെലസ്കോപ്പുകൾക്ക് സൂര്യനോട് വളരെ അടുത്ത് സുരക്ഷിതമായി നോക്കാൻ കഴിയില്ല. അതിനു പുറമെ ഒരു ഇരുണ്ട ചിഹ്നഗ്രഹം വളരെ കുറച്ചു പ്രകാശം മാത്രമേ പ്രതിഫലിപ്പിക്കൂ. അതിനാൽ ഒരു വലിയ ഇരുണ്ട പാറ ഒരു ചെറിയ തിളക്കമുള്ള ഒന്നായി തോന്നാം. ഇൻഫ്രാറെഡിൽ നോക്കുന്ന ബഹിരാകാശ ടെലസ്കോപ്പുകൾ സഹായിക്കുന്നു. കാരണം അവ ഒരു വസ്തുവിൻ്റെ താപപ്രകാശം കണ്ടെത്തുന്നു, പ്രതിഫലിച്ച പ്രകാശം മാത്രമല്ല. എന്നിട്ടും ചില വസ്തുക്കൾ മറ്റുള്ളവയേക്കാൾ ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഭൂമിക്ക് സമീപം കുറച്ച് തവണ മാത്രം കടന്നുപോകുന്നവ അല്ലെങ്കിൽ അടുത്ത സമീപനത്തിൽ കൂടുതൽ വേഗത്തിൽ നീങ്ങുന്നവ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഭ്രാന്തൻ ഉദാഹരണങ്ങളുണ്ട്. 4581 അസ്ക്ലപ്പിയസ് എന്ന ചിഹ്നഗ്രഹം 1989 ഭൂമിയെ ഏകദേശം 4,35,000 മൈൽ വ്യത്യാസത്തിൽ മിസ് ചെയ്തു. പക്ഷേ അത് ഇതിനകം കടന്നുപോയതിനു ശേഷം മാത്രമാണ് കണ്ടെത്തിയത്. 2008 TC3 എന്ന ചിഹ്നഗ്രഹം സുഡാനിലെ ന്യൂബിയൻ മരുഭൂമിക്ക് മുകളിൽ ഉയരത്തിൽ പൊട്ടിത്തെറിക്കുന്നതിന് വെറും 20 മണിക്കൂർ മുമ്പ് മാത്രമാണ് കണ്ടെത്തിയത്. NEOകളിലേക്ക് കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചത് 2013 ചെല്യാബിൻസ്ക് സംഭവമാണ്. മുമ്പറിയപ്പെടാത്ത 65 അടി ചിഹ്നഗ്രഹം റഷ്യയ്ക്ക് മുകളിൽ 100 കണക്കിന് കിലോടൺ ഊർജ്ജത്തോടെ പൊട്ടിത്തെറിച്ചു. മുൻകൂട്ടി പ്രവചിച്ചിരുന്നില്ല. ഭാഗ്യവശാൽ വലിയ വസ്തുക്കളിൽ ഇത് സംഭവിക്കുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ കണ്ടതുപോലെ ചെറിയവയെയും കുറച്ചു കാണരുത്. ഓമുവാമുവ 2017 ഒക്ടോബറിൽ ഹവായിയിലെ ജ്യോതിശാസ്ത്രജ്ഞർ ശരിക്കും വിചിത്രമായി എന്തോ ഒന്ന് കണ്ടെത്തി. അവരൊരു മങ്ങിയ വസ്തു കണ്ടെത്തി. അത് വളരെ വേഗത്തിലും അങ്ങേയറ്റം അസാധാരണമായ പാതയിലും നീങ്ങുകയായിരുന്നു. അത് നമ്മുടെ സൂര്യനെ പരിക്രമണം ചെയ്യുന്നതാകാൻ സാധ്യതയില്ല. അവരതിന് ഓമുവാമുവ എന്ന് പേരിട്ടു. ദൂരെ നിന്നുള്ള ദൂതൻ എന്ന് ഏകദേശം വിവർത്തനം ചെയ്യുന്ന ഒരു ഹവായിയൻ വാക്ക്. മറ്റൊരു നക്ഷത്ര വ്യവസ്ഥയിൽ നിന്ന് കണ്ടെത്തിയ ആദ്യത്തെ സ്ഥിരീകരിച്ച സന്ദർശകനായി അത് മാറി. മിക്ക ചിഹ്നഗ്രഹങ്ങളും വൃത്താകൃതിയിലോ കുണ്ടും കുഴിയുമായോ ആയിരിക്കുമ്പോൾ ഓമുവാമുവ ഭയാനകമായി വലിച്ചു നീട്ടിയതായി തോന്നി. ഡേറ്റ സൂചിപ്പിച്ചത് അതൊരു നീണ്ട സിഗാറിൻ്റെ ആകൃതിയിലോ പരന്ന പാൻകേക്കിൻ്റെ ആകൃതിയിലോ ആയിരിക്കാമെന്നാണ്. അത് കടും ചുവപ്പായി നക്ഷത്രങ്ങൾക്കിടയിലുള്ള ശൂന്യതയിലൂടെ ഒഴുകുമ്പോൾ ദശലക്ഷക്കണക്കിന് വർഷത്തെ കഠിനമായ കോസ്മിക് വികിരണത്തിന് വിധേയമായതുകൊണ്ടാകാം ആ നിറം. എന്നിരുന്നാലും യഥാർത്ഥ അസ്വസ്ഥത ആരംഭിച്ചത് ശാസ്ത്രജ്ഞർ നമ്മുടെ സൗരയൂഥം വിട്ടുപോകുമ്പോൾ അതിൻ്റെ ചലനം ട്രാക്ക് ചെയ്തപ്പോഴാണ്. ഓമുവാമുവ സൂര്യനെ കടന്നു പോകുമ്പോൾ അത് പെട്ടെന്ന് ത്വരിതപ്പെട്ടു. ബഹിരാകാശത്ത് ധൂമകേതുക്കൾ പലപ്പോഴും വേഗത കൂട്ടുന്നു. കാരണം സൂര്യനിൽ നിന്നുള്ള ചൂട് അവയെ വാതകത്തിൻ്റെയും പൊടിയുടെയും ജെറ്റുകൾ പുറന്തള്ളാൻ കാരണമാകുന്നു. ഇതൊരു സ്വാഭാവിക റോക്കറ്റ് എഞ്ചിൻ പോലെ പ്രവർത്തിക്കുന്ന ദൃശ്യമായ വാൽ സൃഷ്ടിക്കുന്നു. എന്നിരുന്നാലും ഓമുവാമുവയ്ക്ക് വാലോ പൊടിമേഘമോ ഉണ്ടായിരുന്നില്ല. അത് പൂർണ്ണമായും വരണ്ടതും നഗ്നനേത്രങ്ങൾക്ക് അദൃശ്യവുമായിരുന്നു. എന്നിട്ടും ഗുരുത്വാകർഷണ നിയമങ്ങൾ അനുവദിക്കുന്നതിനേക്കാൾ വേഗത്തിൽ എന്തോ അതിനെ തള്ളിവിടുകയായിരുന്നു. ഈ വിശദീകരിക്കപ്പെടാത്ത പ്രൊപ്പൽഷൻ അതിൻ്റെ കൃത്രിമമായി തോന്നിക്കുന്ന ആകൃതിയുമായി ചേർന്ന് നമ്മെ ഒരു അന്യഗ്രഹ ബഹിരാകാശ പേടകം സന്ദർശിച്ചിരിക്കാമെന്ന തീവ്രമായ ഊഹാപോഹങ്ങളിലേക്ക് നയിച്ചു. വസ്തു വളരെ വിചിത്രമായിരുന്നതിനാൽ ബ്രേക്ക് ത്രൂ ലിസൺ പോലുള്ള പ്രധാന ശാസ്ത്ര പദ്ധതികൾ ഇലക്ട്രോണിക് സിഗ്നലുകൾക്കായി സ്കാൻ ചെയ്യാൻ വലിയ റേഡിയോ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചു. അതൊരു പേടകമാണോ അതോ നമ്മെ ചാരപ്പണി ചെയ്യാൻ ഒരു നൂതന നാഗരികത അയച്ച ലൈറ്റ് സെയിൽ സാങ്കേതിക വിദ്യയുടെ ഒരു കഷണമാണോ എന്ന് ആശ്ചര്യപ്പെട്ടു. എന്നിരുന്നാലും വസ്തുവിൽ നിന്നുള്ള നിശബ്ദത പൂർണ്ണമായിരുന്നു. അടുത്തിടെ 2023 ഓമുവാമുവ ഒരു ഇരുണ്ട ധൂമകേതുവായിരിക്കാമെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ നിഗമനം ചെയ്തു. മരവിച്ച ഇന്റർസ്റ്റെല്ലാർ ഇരുട്ടിലൂടെയുള്ള അതിൻ്റെ ദീർഘയാത്രയിൽ മാറ്റം വരുത്തിയ ജല ഐസ് കൊണ്ട് നിർമ്മിച്ചതാണ്. കോസ്മിക് കിരണങ്ങൾ യുഗങ്ങളോളം ഐസിനെ ആക്രമിക്കുകയും മരവിച്ച വെള്ളത്തിനുള്ളിൽ അദൃശ്യമായ ഹൈഡ്രജൻ വാതകത്തെ കുടുക്കുകയും ചെയ്തുവെന്ന് സിദ്ധാന്തം വിശദീകരിക്കുന്നു. വസ്തു ഒടുവിൽ നമ്മുടെ സൂര്യനോട് അടുത്തപ്പോൾ ചൂട് ഈ കുടുങ്ങിയ ഹൈഡ്രജനെ പുറത്തുവിട്ടു. വാതകം വസ്തുവിനെ തള്ളാനും ത്വരിതപ്പെടുത്താനും പര്യാപ്തമായ ശക്തിയോടെ പുറത്തേക്ക് തെറിച്ചു. പക്ഷേ ഹൈഡ്രജൻ സുതാര്യമായതിനാൽ നമുക്ക് വാൽ കാണാൻ കഴിഞ്ഞില്ല. ഫാൻറ്റം കോസ്മോനോട്ടുകൾ
സ്കില്ലയും ജിയോവാനി ബാറ്റിസ്റ്റ ജൂഡിക്ക കോർഡിഗ്ലിയും 2 ഇറ്റാലിയൻ സഹോദരന്മാർ. 1950കളുടെ അവസാനത്തിൽ ബഹിരാകാശ മത്സരത്തിൽ ചാരപ്പണി നടത്താൻ കിട്ടിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ടോറെ ബേർഡ് എന്ന സ്വന്തം പരീക്ഷണാത്മക ശ്രവണ കേന്ദ്രം സ്ഥാപിച്ചു. സ്പുട്നിക്, എക്സ്പ്ലോറർ 1 തുടങ്ങിയ പ്രശസ്ത ഉപഗ്രഹങ്ങളെ അവർ വിജയകരമായി ട്രാക്ക് ചെയ്തു. പക്ഷേ അവർ വളരെ ഇരുണ്ട മറ്റെന്തോ കണ്ടെത്തിയതായി അവകാശപ്പെട്ടു. 50 വർഷത്തിലേറെയായി ആളുകൾ അവരുടെ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേൾക്കുന്നു. അത് ഭയാനകമായി പരാജയപ്പെട്ട രഹസ്യ സോവിയറ്റ് ബഹിരാകാശ ദൗത്യങ്ങളുടെ അവസാന നിമിഷങ്ങൾ പകർത്തിയതായി കരുതപ്പെടുന്നു. ഇവയാണ് ഫാൻറ്റം കോസ്മോനോട്ടുകൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ ശബ്ദങ്ങൾ. 1960 മെയ് മാസത്തിൽ ഒരു ക്യാപ്സ്യൂൾ വഴിതെറ്റി ശൂന്യതയിൽ നഷ്ടപ്പെട്ടതായി തങ്ങൾ കേട്ടതായി അവർ പറഞ്ഞു. അതേ വർഷം നവംബറിൽ ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് എന്നേക്കുമായി ആഴത്തിലുള്ള ബഹിരാകാശത്തേക്ക് ഒഴുകിപ്പോകുന്ന ഒരു ബഹിരാകാശ പേടകത്തിൽ നിന്ന് മോർസ് കോഡിൽ ഒരു മങ്ങിയ SOS സിഗ്നൽ അവർ പിടിച്ചെടുത്തു. 1961 ഫെബ്രുവരിയിൽ ശ്വാസം മുട്ടി മരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വായുവിനായി കിതയ്ക്കുന്ന ശബ്ദം അവർ റെക്കോർഡ് ചെയ്തു. ഒരുപക്ഷെ ഏറ്റവും അസ്വസ്ഥമാക്കുന്ന റെക്കോർഡിംഗ് 1963ലേതാണ്. അവിടെ പേര് വെളിപ്പെടുത്താത്ത ഒരു വനിതാ കോസ്മോനോട്ട് റീ എൻട്രിയിൽ തൻ്റെ കപ്പൽ കത്തിയിരിയുമ്പോൾ നിലവിളിക്കുന്നതായി കരുതപ്പെടുന്നു. സോവിയറ്റ് യൂണിയൻ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുകയും മോശം പ്രചാരണം ഒഴിവാക്കാൻ അവരുടെ മരണങ്ങൾ മറച്ചുവെക്കുകയും ചെയ്യുന്നു എന്ന വലിയ ഗൂഢാലോചന സിദ്ധാന്തത്തിന് ഇത് ഇന്ധനം നൽകി. യൂറി ഗഗാറിനെ ദിവസങ്ങൾക്ക് മുമ്പ് വിക്ഷേപിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന വ്ളാഡിമിർ ഇല്യൂഷിൻ എന്ന പൈലറ്റിനെ കുറിച്ച് കിംവദന്തികളുണ്ടായിരുന്നു. പക്ഷേ ചൈനയിൽ തകർന്നു വീഴുകയും തടവുകാരനായി പിടിക്കപ്പെടുകയും ചെയ്തു. സോവിയറ്റുകൾ അവരുടെ പരാജയങ്ങൾ മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നതായി തോന്നി. എന്നിരുന്നാലും സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം രഹസ്യ ഫയലുകൾ ഡീക്ലാസിഫൈ ചെയ്തു. നിലത്ത് ദാരുണമായ അപകടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ബഹിരാകാശത്ത് നഷ്ടപ്പെട്ട കോസ്മോനോട്ടുകൾ ഇല്ലായിരുന്നുവെന്ന് അവ വെളിപ്പെടുത്തി. സഹോദരന്മാരുടെ റെക്കോർഡിങ്ങുകൾ വിശകലനം ചെയ്ത വിദഗ്ധർ വലിയ പ്രശ്നങ്ങൾ കണ്ടെത്തി. സംസാരിക്കുന്ന ആളുകൾ സ്റ്റാൻഡേർഡ് കമ്മ്യൂണിക്കേഷൻ നിയമങ്ങളോ സൈനിക പ്രോട്ടോക്കോളുകളോ പിന്തുടർന്നു. അവർ വ്യാകരണ പിശകുകൾ വരുത്തി. അവരുടെ ഉച്ചാരണം പോലും റഷ്യനായി തോന്നിയില്ല. പിടിച്ചെടുത്ത ഭയാനകമായ നിലവിളികൾ മരിച്ച ബഹിരാകാശ യാത്രികരുടെ ശബ്ദങ്ങളെക്കാൾ വ്യാജങ്ങളോ തെറ്റിദ്ധാരണകളോ ആയിരിക്കാനാണ് സാധ്യത. ഫാൾസ് വാക്വം തിയറി. ഫാൾസ് വാക്വം തിയറി പറയുന്നത് പ്രപഞ്ചം പൂർണ്ണമായും സ്ഥിരതയുള്ളതായിരിക്കില്ല എന്നാണ്. ഒരു കുന്നിൻ ചരിവിലെ ആഴം കുറഞ്ഞ ഒരു കുഴിയിലിരിക്കുന്ന പന്തുപോലെ പ്രപഞ്ചത്തെ സങ്കല്പിക്കുക. അത് ആ കുഴിയിൽ നിൽക്കുന്നിടത്തോളം എല്ലാം സാധാരണമാണ്. പക്ഷെ എന്തെങ്കിലും അതിനെ തട്ടിത്തെറിപ്പിച്ചാൽ അത് കൂടുതൽ സ്ഥിരതയുള്ള ഒരു താഴ്ന്ന കുഴിയിലേക്ക് ഉരുണ്ടുപോകാം. അങ്ങനെ സംഭവിച്ചാൽ ഒരു ട്രൂ വാക്വം ബബിൾ നമ്മളിപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ഥിരതയുള്ള ഒരവസ്ഥ രൂപപ്പെടുകയും പ്രകാശവേഗതയിൽ പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങുകയും ചെയ്യും. അടിസ്ഥാനപരമായി അത് വികസിക്കുമ്പോൾ ഭൗതികശാസ്ത്ര നിയമങ്ങൾ പുനഃസൃഷ്ടിക്കും. അകത്ത് കുടുങ്ങിപ്പോകുന്ന എന്തും തുടച്ചു നീക്കപ്പെടും. എന്തെങ്കിലും ഇടിച്ചതുകൊണ്ടല്ല, മറിച്ച് ദ്രവ്യത്തെ പ്രവർത്തിപ്പിക്കുന്ന കണികകളും ശക്തികളും പിന്നീട് അതേ രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. ഏറ്റവും അസ്വസ്ഥമാക്കുന്ന കാര്യം, അങ്ങനെ ഒരു ബബിൾ എവിടെയെങ്കിലും ആരംഭിച്ചാൽ നമുക്കൊരു മുന്നറിയിപ്പും ലഭിക്കില്ല എന്നതാണ്. കാരണം അത് പ്രകാശവേഗതയിൽ നീങ്ങുന്നു. അത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പയനിയർ അനോമലി. ഒരു ബഹിരാകാശ പേടകം ആഴത്തിലുള്ള ബഹിരാകാശത്തെത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഇടിക്കാത്ത പക്ഷം അത് എന്നേക്കുമായി നേരായ ഒരു വരിയിൽ പൊങ്ങിക്കിടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നിരുന്നാലും നമ്മൾ അയച്ച ഏറ്റവും പ്രശസ്തമായ 2 പര്യവേക്ഷകരിൽ വിചിത്രമായ എന്തോ സംഭവിച്ചു. 1972ലും 1973ലും നാസ പയനിയർ 10ഉം പയനിയർ 11ഉം വിക്ഷേപിച്ചു. വ്യാഴത്തെയും ശനിയെയും കടന്നു പറക്കുകയും ചിത്രങ്ങൾ തിരികെ അയക്കുകയുമായിരുന്നു അവയുടെ ജോലി. അവയുടെ പ്രധാന ദൗത്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അവ ബാഹ്യ സൗരയൂഥത്തിന്റെ ആഴത്തിലുള്ള ഇരുട്ടിലേക്ക് പറക്കുന്നത് തുടർന്നു. അവ ഒരു ക്രൂയിസ് ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ അവ വെറുതെ ഒഴുകുകയായിരുന്നു. അവ സ്പിൻ സ്റ്റെബിലൈസ്ഡ് ആയിരുന്നു. അതായത് അവ ഒരു പമ്പരം പോലെ സ്ഥിരത നിലനിർത്താൻ കറങ്ങി. അവയുടെ എഞ്ചിനുകൾ വളരെ അപൂർവമായി മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഡേറ്റ നിരീക്ഷിക്കുന്ന ആളുകൾ എന്തോ കുഴപ്പം ശ്രദ്ധിച്ചു. ബഹിരാകാശ പേടകങ്ങൾ വേഗത കുറയുകയായിരുന്നു. സൂര്യൻ ഗുരുത്വാകർഷണത്താൽ എല്ലാത്തിനെയും വലിക്കുന്നു എന്ന് നമുക്കറിയാം. അതിനാൽ അവ പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ അല്പം വേഗത കുറയേണ്ടതായിരുന്നു. പക്ഷേ അവ വളരെയധികം വേഗത കുറയുകയായിരുന്നു. നമ്മുടെ സിസ്റ്റത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഒരു അദൃശ്യ കൈ നീണ്ടുവന്ന് അവയെ വീണ്ടും ഇരുട്ടിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് പോലെയായിരുന്നു അത്. ഇത് വെറുമൊരു തെറ്റോ ഗ്ലിച്ചോ ആയിരുന്നില്ല. കാരണം അത് 2 ബഹിരാകാശ പേടകങ്ങൾക്കും ഒരേ സമയം സംഭവിക്കുകയായിരുന്നു. പയനിയർ അനോമലി എന്നവർ വിളിച്ച ദുരൂഹത 1980ൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പക്ഷേ 1994 വരെ ആരും അത് ശരിക്കും അന്വേഷിച്ചില്ല. ശാസ്ത്രജ്ഞർ അല്പം പരിഭ്രാന്തരാകാൻ തുടങ്ങി. കപ്പലുകളെ എന്താണ് പിന്നോട്ട് വലിക്കുന്നതെന്ന് അവർ എല്ലാം പരിശോധിച്ചു. ചിലർ ഇത് പ്രപഞ്ചത്തിന്റെ തന്നെ വികാസവുമായി ബന്ധപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ ഭൂമിയിലെ ക്ലോക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബഹിരാകാശ പേടകങ്ങൾക്ക് സമയം വ്യത്യസ്തമായി ഒഴുകുന്നുവെന്നോ പോലും കരുതി.
അവർ ഇതിനെ ക്ലോക്ക് ആക്സിലറേഷൻ അല്ലെങ്കിൽ സമയത്തിന്റെ വികലത എന്ന് വിളിച്ചു. മറ്റു കപ്പലുകളും പിന്നോട്ട് വലിച്ചിഴക്കപ്പെടുന്നുണ്ടോ എന്ന് കാണാൻ അവർ മറ്റു കപ്പലുകളെ നോക്കാൻ ശ്രമിച്ചു. വോയേജർ ബഹിരാകാശ പേടകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അവ സ്ഥിരത നിലനിർത്താൻ ത്രസ്റ്ററുകൾ വളരെ പതിവായി ഉപയോഗിച്ചു. അതിനാൽ അവ ഈ അളവിന് ഉപയോഗയോഗ്യമല്ലായിരുന്നു. എന്നിരുന്നാലും ഗലീലിയോ, യുലിസസ് ദൗത്യങ്ങൾ സമാനമായ ഒരു ഇഫക്റ്റിനെ സൂചിപ്പിച്ചു. പിന്നീട് കാസിനി ബഹിരാകാശ പേടകവും പ്ലൂട്ടോയിലേക്ക് പോകുന്ന ന്യൂ ഹൊറൈസൺസ് പ്രോബും സമാനമായ ഒരു നിഗൂഢമായ തള്ളൽ അനുഭവിച്ചു. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അടിസ്ഥാനമായ എന്തോ തകർന്നതായി തോന്നി. വർഷങ്ങളോളം ഇത് ബഹിരാകാശ പര്യവേക്ഷണത്തിലെ ഏറ്റവും വലിയ ദുരൂഹതകളിൽ ഒന്നായി തുടർന്നു. എന്നിരുന്നാലും ഉത്തരം ഒടുവിൽ കണ്ടെത്തി. അത് അന്യഗ്രഹജീവികളോ തകർന്ന ഗുരുത്വാകർഷണമോ ആയിരുന്നില്ല, അത് ചൂടായിരുന്നു. RTGകൾ എന്ന് വിളിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ബഹിരാകാശ പേടകങ്ങൾക്ക് ശക്തി നൽകിയത്. അവ അടിസ്ഥാനമായി ചൂടുള്ള ന്യൂക്ലിയർ ബാറ്ററികളാണ്. തണുപ്പായി തുടരാൻ ഈ ബാറ്ററികൾ ചൂട് പുറത്തുവിടുന്നു. ചൂട് എല്ലാ ദിശകളിലേക്കും തുല്യമായി പോകാത്ത വിധത്തിലാണ് ബഹിരാകാശ പേടകങ്ങൾ രൂപകൽപ്പന ചെയ്തിരുന്നത്. ചൂട് ബഹിരാകാശ പേടകത്തിന്റെ പിൻഭാഗത്ത് തട്ടി. ബഹിരാകാശ പേടകത്തിന്റെ വലിയ ആന്റിനയിൽ തട്ടി അതിനെ എതിർദിശയിലേക്ക് തള്ളുകയായിരുന്നു. പ്രകാശവും ചൂടും യഥാർത്ഥത്തിൽ റേഡിയേഷൻ പ്രഷർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ തള്ളൽ വഹിക്കുന്നു. ഒരു വശത്തേക്ക് മറ്റേതിനേക്കാൾ കൂടുതൽ ചൂട് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ബഹിരാകാശ പേടകത്തിന് എതിർദിശയിലേക്ക് ഒരു ചെറിയ കിക്ക് കിട്ടുകയായിരുന്നു. അപ്പോളോ 10 വിശദീകരിക്കപ്പെടാത്ത സംഗീതം. ചന്ദ്രന്റെ വിദൂരവശത്തായിരിക്കുക എന്നത് നിലവിലുള്ളതിൽ ഏറ്റവും ശാന്തമായ സ്ഥലങ്ങളിലൊന്നായിരിക്കണം. പക്ഷേ 1969 3 ബഹിരാകാശ യാത്രികർക്ക് അതങ്ങനെയായിരുന്നില്ല. അപ്പോളോ 10 ജീവനക്കാരായ ജീൻ സെർനാൻ, ജോൺ യങ്, ടോം സ്റ്റാഫോർഡ് എന്നിവർ ഏതാനും മാസങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന ചന്ദ്ര ലാൻഡിങ്ങിന് വഴിയൊരുക്കാനുള്ള ഒരു ദൗത്യത്തിലായിരുന്നു. അവർ ചന്ദ്രനു പിന്നിലേക്ക് ഒഴുകിപ്പോയപ്പോൾ അവർ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. ഏകദേശം 1 മണിക്കൂറോളം അവർക്ക് മിഷൻ കൺട്രോളുമായി റേഡിയോ ബന്ധമില്ലായിരുന്നു. ആർക്കും അവരെ കാണാനും കഴിഞ്ഞില്ല. അവർ പൂർണ്ണമായും തനിച്ചായിരുന്നു. പക്ഷെ പിന്നെ അവരുടെ ഹെഡ്സെറ്റുകളിലൂടെ വിചിത്രമായ എന്തോ വരാൻ തുടങ്ങി. അതൊരു വിചിത്രമായ ചൂളം വിളി ശബ്ദമായിരുന്നു. അത് വളരെ വ്യത്യസ്തമായിരുന്നതിനാൽ സെർനാൻ അതിനെ ഔട്ടർ സ്പേസ് ടൈപ്പ് മ്യൂസിക് എന്ന് വിളിച്ചു. അത് വെറുമൊരു ചെറിയ ബീപ്പായിരുന്നില്ല, മറിച്ച് ഏകദേശം 1 മണിക്കൂർ നീണ്ടുനിന്ന ഒരു നീണ്ട മുഴങ്ങുന്ന ശബ്ദമായിരുന്നു. ബഹിരാകാശ യാത്രികർ അമ്പരന്നു. റെക്കോർഡിങ്ങുകളിൽ ആ ചൂളം വിളി ശബ്ദം കേട്ടോ എന്നവർ പരസ്പരം ചോദിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അത് ശരിക്കും വിചിത്രമാണെന്ന് അവർ സമ്മതിച്ചു. വീട്ടിലുള്ള ആരും വിശ്വസിക്കില്ലെന്നതിനാൽ അതെന്താണെന്ന് കണ്ടെത്തേണ്ടി വരുമെന്ന് ജോൺ യങ് പോലും പറഞ്ഞു. അന്യഗ്രഹജീവികൾ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നതിന്റെ തികഞ്ഞ തെളിവ് പോലെ തോന്നുന്നു. പക്ഷേ യഥാർത്ഥ ഉത്തരം 1970കൾ മുതൽ അറിയപ്പെടുന്നു. അപ്പോളോ ബഹിരാകാശ പേടകം 2 ഭാഗങ്ങൾ ചേർന്നതാണ്. ഒരു കമാൻഡ് മൊഡ്യൂളും ഒരു ലൂണാർ മൊഡ്യൂളും. ഭയാനകമായ ചൂളം വിളി ഈ 2 വാഹനങ്ങളിലെയും VHF റേഡിയോകൾ തമ്മിലുള്ള റേഡിയോ ഇടപെടൽ മാത്രമായിരുന്നു. ഭൂമിയിലെ മൈക്രോഫോണുകളിലും സ്പീക്കറുകളിലും നിങ്ങൾ കേൾക്കാനിടയുള്ള അതേ തരത്തിലുള്ള ശല്യപ്പെടുത്തുന്ന ഫീഡ്ബാക്കാണിത്. ഇത് സത്യമാണെന്ന് നമുക്കറിയാം, കാരണം പ്രശസ്തമായ അപ്പോളോ 11 ദൗത്യത്തിന്റെ പൈലറ്റായ മൈക്കൽ കോളിൻസ് 1974 തന്നെ തന്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് എഴുതി. പറക്കുന്നതിനു മുമ്പ് നാസ ടെക്നീഷ്യന്മാർ ശബ്ദത്തെക്കുറിച്ച് തനിക്ക് മുന്നറിയിപ്പ് നൽകിയതായി അദ്ദേഹം പറഞ്ഞു. അവർ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെങ്കിൽ ആ ശബ്ദം തന്നെ ഭയപ്പെടുത്തുമായിരുന്നുവെന്ന് അദ്ദേഹം പോലും സമ്മതിച്ചു. 2 റേഡിയോകളും ഓണാക്കി പരസ്പരം അടുത്തിരിക്കുമ്പോൾ മാത്രമാണ് ശബ്ദമുണ്ടായത്. ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനിൽ ഇറങ്ങിയതോടെ അത് പൂർണ്ണമായും നിന്നു. തുങ്കുസ്ക സംഭവം 1908 ജൂൺ 30 രാവിലെ പോട്കമിനയ തുങ്കുസ്ക നദിക്ക് സമീപം നാട്ടുകാരും റഷ്യൻ കുടിയേറ്റക്കാരും തെളിഞ്ഞ ആകാശത്തിലൂടെ ഒരു നീല കലർന്ന വെളിച്ചം കടന്നു പോകുന്നത് കണ്ടു. ഒരു നേർത്ത പാത അവശേഷിപ്പിച്ചു. പിന്നെ ഒരു തിളക്കം വന്നു. വീർത്ത ഒരു മേഘം, ഭൂപ്രകൃതിയിൽ ചുവന്ന തിളക്കം വീശിയ ഒരു അഗ്നിസ്തംഭം. പിളർന്നു, മങ്ങി, ഇരുണ്ടതായി തോന്നിയെന്ന് സാക്ഷികൾ പറഞ്ഞു. ഏകദേശം 10 മിനിറ്റിന് ശേഷം ഒരലർച്ചയുടെ ശബ്ദമെത്തി. തുടർന്ന് ആവർത്തിച്ചുള്ള സ്ഫോടനങ്ങളും 100 കണക്കിന് മൈലുകൾ അകലെയുള്ള ആളുകളെ വീഴ്ത്താനും ജനലുകൾ തകർക്കാനും പര്യാപ്തമായ ശക്തിയുള്ള ഒരു ഷോക്ക് വേവ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ഭാഗങ്ങളിലെ രാത്രി ആകാശം അസാധാരണമായി തിളങ്ങുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇത് അവിശ്വസനീയമാം വിധം വലുതും പെട്ടെന്നുള്ളതുമായ ഒരു സ്ഫോടനമായിരുന്നു. നിലത്ത് ആകാശം ഭീമാകാരമായിരുന്നു. ഏകദേശം 830 ചതുരശ്ര മൈൽ വനം നിരപ്പാക്കപ്പെട്ടു. ആദ്യകാല വിവരണങ്ങൾ 3 പേർ വരെ മരിച്ചിരിക്കാമെന്ന് സൂചിപ്പിക്കുന്നു. സംഭവത്തെ കൂടുതൽ വിചിത്രമാക്കിയത് അന്വേഷകർക്ക് കണ്ടെത്താൻ കഴിയാതിരുന്നത് എന്താണെന്നതാണ്. ഗൗരവമായ ഫീൽഡ് വർക്ക് ആരംഭിച്ചപ്പോൾ
ശാസ്ത്രജ്ഞർ ഒരു ഗർത്തം പ്രതീക്ഷിച്ചു. 1927 ധാതുശാസ്ത്രജ്ഞനായ ലിയോണിഡ് കുലിക് കേന്ദ്രമേഖലയിലെത്തി. പകരം മരങ്ങൾ കരിഞ്ഞുണങ്ങിയെങ്കിലും ഇപ്പോഴും നിവർന്നു നിൽക്കുന്ന ഒരു പ്രദേശം കണ്ടെത്തി. അതേസമയം കൂടുതൽ അകലെയുള്ള മരങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് അകലേക്ക് വീണ് കിടന്നു. പിന്നീടുള്ള പര്യവേഷണങ്ങൾ ബഹിരാകാശത്തു നിന്നുള്ള വസ്തുക്കളിലേക്ക് വിരൽ ചൂണ്ടുന്ന സൂചനകൾ ചേർത്തു. എല്ലാ വിശദാംശങ്ങളും പൂർണ്ണമായി ഉറപ്പിക്കാതെ തന്നെ. മണ്ണിലും മരത്തിന്റെ കറയിലും ഉൽക്കാശിലകളുമായി പലപ്പോഴും ബന്ധപ്പെട്ട രസതന്ത്രം അടങ്ങിയിരുന്നു. ഒരു സ്ഫോടനത്താൽ ചിതറിക്കിടന്നതുപോലെ വിതരണം ചെയ്യപ്പെട്ടു. ഏറ്റവും നിർദ്ദിഷ്ടമായ ദുരൂഹതകളിലൊന്ന് വെള്ളവുമായി ബന്ധപ്പെട്ടതായിരുന്നു. 2007 സ്ഫോടനത്തിന്റെ കണക്കാക്കിയ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 5 മൈൽ അകലെയുള്ള ചെക്കോ തടാകത്തെ ഗവേഷകർ സംഭവവുമായി ബന്ധിപ്പിച്ചു. അത് ഒരു ഉൽക്കയുടെ ശകലം കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ ഇമ്പാക്റ്റ് ഗർത്തമായിരിക്കാമെന്ന് നിർദ്ദേശിച്ചു. ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കാവുന്ന ഘടനയുമായി പൊരുത്തപ്പെടുന്ന കോണാകൃതിയിലുള്ള തടാകത്തിന്റെ അടിത്തട്ടിന്റെ ആകൃതിയെ എക്കോ സൗണ്ടിംഗ് വിവരിച്ചു. എന്നിരുന്നാലും ഈ ആശയം ഇപ്പോഴും തർക്കത്തിലാണ്. തടാകം പഴയതും ബന്ധമില്ലാത്തതുമാണെന്ന് മറ്റു പഠനങ്ങൾ വാദിക്കുന്നു. ചെക്കോ തടാകത്തിലെ നിർദ്ദിഷ്ട സാമ്പിളുകളെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങൾക്കിടയിലും പ്രധാന വിശദീകരണം സ്ഥിരതയുള്ളതാണ്. തുംബുസ്ക ഒരു എയർ ബേസ്ഡ് ആയിരുന്നു. ഒരു ഗർത്തം രൂപപ്പെടുന്നതിനു പകരം വായുവിൽ പൊട്ടിത്തെറിച്ച ബഹിരാകാശത്ത് നിന്നുള്ള ഒരു വസ്തു. ഇത് പലപ്പോഴും 10,000 അടി വീതിയുള്ള ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 6 മൈൽ മുകളിൽ പൊട്ടിത്തെറിച്ച് നിരവധി ഡസൻ മെഗാടൺ TNT-യുടെ ക്രമത്തിൽ ഊർജം പുറത്തുവിട്ട ഒരു സ്റ്റോണി ചിഹ്നഗ്രഹമായി മോഡൽ ചെയ്യപ്പെടുന്നു. അപ്പോൾ കൂട്ടുകാരെ, അതായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ ചില ബഹിരാകാശ രഹസ്യങ്ങൾ. ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റും അപ്പോളോ 10ന്റെ വിചിത്രമായ സംഗീതവും തുംഗുസ്ക സ്ഫോടനവും വരെ. പലതിൻ്റെയും പിന്നിൽ ശാസ്ത്രത്തിന് ഇപ്പോൾ ഉത്തരങ്ങൾ ഉണ്ടെങ്കിലും ചിലത് ഇപ്പോഴും നമ്മളെ ഞെട്ടിക്കുന്നു. പ്രപഞ്ചം നമ്മൾ വിചാരിക്കുന്നതിലും വലുതും വിചിത്രവുമാണ് എന്നിവയെല്ലാം തെളിയിക്കുന്നു.